ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനിൽ ഒരു നൈറ്റി ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെറൂൺ കളറിലുള്ള നൈറ്റി മെറ്റീരിയലിന് ക്രീം കളറിലുള്ള കോമ്പിനേഷനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാൻവാസ് എടുത്തിട്ട് ഡിസൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻവാസ് ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം നീളവും വീതിയും എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് അളന്നിട്ട് കാണിച്ചു തരാം. ക്യാൻവാസിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 15 ഇഞ്ച് വരുന്നുണ്ട്. കുറച്ച് വലിയ ഡിസൈനാണ്, അതുകൊണ്ട് ഇത്രയും തന്നെ നീളത്തിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇതിൻ്റെ വീതി ഒരു 9 ഇഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ഈ വീതിയിൽ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊന്ന് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റും കൂടി ചേർത്തിട്ട് നമുക്കൊരു സ്ക്വയർ ആദ്യം ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമില്ല നെക്കിൻ്റെ ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ നമ്മളതൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സ്ക്വയറിൻ്റെ ഉള്ളിലൊരു ചെറിയ ഒരു ഇങ്ങനെ കേവായിട്ടൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട്, സിമ്പിൾ റൗണ്ട്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഈ ഒരു വശത്ത് ചെറിയൊരു ഇങ്ങനെ ഒരു വളച്ചിട്ട് ഒരു മാർക്കിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ടായിട്ടൊരു 2.5 ഇഞ്ചിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് ആ നമ്മുടെ മെയിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത നെക്കുണ്ടല്ലോ, ആ റൗണ്ട്, അതിൻ്റെ ആ വരയിൽ തന്നെ ഇങ്ങനെ വെച്ച് 2.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വരണം താഴെ വരേക്കും. ഇവിടെ ഇങ്ങനെ 3 പോയിൻറ്റ് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 പോയിൻറ്റ്. അപ്പോൾ ഈ 3 പോയിൻറ്റ് ആദ്യം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി താഴെ നിന്നും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് 2.5 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ആ വളവ് കൃത്യമായിട്ട് കിട്ടാനാണ് ഇതിങ്ങനെ 2 സൈഡിൽ നിന്നുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നടുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരക്കുന്നത്. ഇത് നേരെ നമ്മൾ ചിലപ്പം ഇങ്ങനെ കൊണ്ടുവന്നാൽ ചിലപ്പം തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം മേലത്തെ പകുതിയും താഴത്തെ പകുതിയും വേറെ വേറെ വരക്കുന്നത്. അപ്പോൾ ഈ 3 പോയിൻറ്റും കൂടി നമ്മളിങ്ങനെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഈ 2.5 ഇഞ്ച് എടുത്തിട്ടുള്ള ഈ പോയിൻറ്റും കൂടി നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെയും വെക്കുക, ഇവിടെ ഒരു 2.5 ഇഞ്ച് വെക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും, ഒരു കൺഫ്യൂഷൻ്റെയും പ്രശ്നം വരില്ല. അതിന് വേണ്ടിയിട്ടാണ് മേലിൽ നിന്നും താഴെ നിന്ന് വേറെ വേറെ തന്നെ മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി താഴെ ഈ ഭാഗത്ത് ഒരു 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു വര ഈ 1 ഇഞ്ചിലെത്തുന്ന ആ പോയിന്റിൽ നിന്നും ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കണം. ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ മടക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, 2 മടക്ക് വരുന്ന ആ ഭാഗത്തു നിന്ന് നമ്മൾ ചെറിയൊരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ 1 ഇഞ്ചിൽ താഴെയോളം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ആദ്യം 1 ഇഞ്ചാണ് കൊടുത്തത്. പക്ഷെ അത് വരച്ച് വന്നപ്പോൾ കുറച്ചൊന്ന് വീതി കുറഞ്ഞതുപോലെ തോന്നി. അതുകൊണ്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് 1.5 ഇഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഇവിടെ ഇതൊക്കെ ഒരു മേലിൽ നിന്ന് വരുന്നതൊക്കെ 1 ഇഞ്ചും താഴെ നിന്ന് ഇങ്ങോട്ട് അളവ് കൊടുക്കുന്നത് ഒരു 1.5 ഇഞ്ചും കൊടുക്കണം. ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ആദ്യം ഒരു ഇഞ്ച് കൊടുത്തപ്പോൾ കുറച്ചൊരു വീതി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാനത് കൈകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ഇഞ്ചോളം വരുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ ഇപ്പോൾ ഈ 1 ഇഞ്ച് വെച്ച പോയിന്റിൽ വെക്കുമ്പോൾ ആ താഴെ ഭാഗത്ത് കുറച്ചൊന്ന് തെറ്റിയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ താഴെ ഭാഗത്ത് മാത്രം ഒരു 1/2 ഇഞ്ചും കൂടി കയറ്റി വരച്ചു കൊടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ താഴേത്തുള്ള ഭാഗം മാത്രം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, ബാക്കിയൊക്കെ 1 ഇഞ്ച് തന്നെ. ഇങ്ങനെ ഒരു വീതി കുറഞ്ഞ പോലെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഞാനൊന്ന് മേലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗവും വേറെ വേറെ ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു പുറത്തുള്ള ആ ഒരു ഭാഗവും അതുപോലെ ഈ 1 ഇഞ്ച് വെച്ചിട്ടുള്ള ഭാഗവും വേറെ വേറെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസും പിന്നെ ആ ഒരു പീസും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിവർത്തി വെക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ ചെറിയ പീസും കളയാൻ പാടില്ല, പിന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഗ്രീൻ കളറിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ ഇതിൽ ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ പുറം വശത്ത് 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ ഈ വശത്ത് 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പീസ് നമ്മളൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഇതാ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മെയിൻ മെറ്റീരിയൽ, നമ്മൾ നൈറ്റി മെറ്റീരിയലിൻ്റെ ചീത്ത വശത്ത് ഇതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ, അതായത് ഈ നമ്മൾ ഇപ്പോൾ ആക്കിയെടുത്ത നെക്കിൻ്റെ നല്ല വശം നൈറ്റിയുടെ ചീത്ത വശത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു വരയിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൽ കൊള്ളുന്ന വിധത്തിലും കൊടുക്കാം, അല്ലാത്ത വിധത്തിലും കൊടുക്കാം. ഞാൻ ക്യാൻവാസിൻ്റെ മുകളിലത്തോടെ തന്നെയാണ് കൊടുക്കുന്നത്, കാരണം കുറച്ചൊരു കട്ടി കിട്ടും. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോഴും നമുക്കൊരു കട്ടിയിൽ തന്നെ നിൽക്കും, നെക്ക് നല്ല ഭംഗിയായിട്ട് പതിഞ്ഞ് നിൽക്കും. ഈ തുണിയിലൂടെ മാത്രം കൊടുക്കുമ്പോൾ കുറച്ചൊന്നും എന്തോ പോലെ ആയിട്ട് തോന്നിയിട്ടുണ്ട് മുമ്പൊക്കെ ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാനിത് ക്യാൻവാസിലൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മറുവശത്തേക്ക് നമ്മളിതൊന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ മറുവശത്തേക്ക് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രാ പൈപ്പിംഗ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ ഈ താഴത്തെ തുണി കുറച്ചൊന്ന് കാണുന്ന രീതിയിൽ വെച്ചതിന് ശേഷമാണ് ഈ ക്രീം കളർ മെറ്റീരിയലിലൂടെ നമ്മൾ പതിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്താൽ ഭംഗിയും കിട്ടും. പൈപ്പിംഗ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് കണ്ടില്ലേ, ഈ കുറച്ചൊന്ന് എക്സ്ട്രാ ലേശം ഒന്ന് കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പുറം വശവും ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ക്ലിയറായി. ഇനി നമുക്കിതിൻ്റെ നടുവിൽ വെക്കേണ്ട പീസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ആ പീസ് കളയാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം ഇനി നമുക്ക് നൈറ്റിയുടെ ഈ മെറ്റീരിയലിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിൽ നിന്നും ഒരു ചെറിയ 2 പീസുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഇതിങ്ങനെ 2 നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ നമ്മളിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ മുകളിലത്തെ ആ ഒരു കേവ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ വരുന്ന ഡിസൈൻ, നമ്മൾ മറ്റേ ഡിസൈൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കണം. ഈ പീസും നമ്മൾ മെയിൻ നെക്ക് പീസും വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം കൃത്യമായിട്ട് നമ്മൾ ആ ക്യാൻവാസിൻ്റെ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. അതുപോലെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എല്ലാ സൈഡിലും കുറച്ച് എക്സ്ട്രാ തുണിയും ഉണ്ടാവണം. അങ്ങനെയുള്ള രീതിയിൽ വേണം 2 പീസുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ചതിലൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൊടുക്കണം. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. എന്നിട്ട് വേണം മറിച്ചിടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഞാനിത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്ട്രാ ഭാഗം ആ വി പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നടുക്കൊരു ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക. എന്നാലേ നല്ല പതിച്ച് തയ്ക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് ആ പോയിൻ്റായിട്ട് നിൽക്കുള്ളൂ. അതെങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഈ ഇവിടെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ആ ഒരു പോയിൻ്റായിട്ട് തന്നെ കിട്ടും. ഇതിങ്ങനെ ഇതാക്കി എടുക്കുക. കുറച്ച് നിന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ കൃത്യമായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പം അത് റെഡിയായി. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. എന്താ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസും കൂടി റെഡിയാക്കി എടുക്കണം. ഇത് നമ്മൾ സാധാരണ ഉടുപ്പിനൊക്കെ നാട വെക്കുമ്പോൾ തയ്ക്കൂല, അതുപോലെ ഒരു 3/4 ഇഞ്ച് ഇത് വണ്ണത്തിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അത് 3/4 ഇഞ്ച് വണ്ണത്തിൽ തയ്ച്ചിട്ട് തിരിച്ചിട്ടിട്ട് നാട പോലെ ആക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എത്ര നീളത്തിലുള്ള പീസാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ നാടിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഇത്രയാണ് വേണ്ടി വരിക. അപ്പം അങ്ങനെ ഞാൻ ഒരു 6 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ നീളത്തിലൊരു പീസ് നമുക്കിതിന്ന് ഈ 2 എണ്ണം ആക്കിയെടുത്തതിൽ നിന്നും 6 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ്. അതിനുശേഷം നമുക്കൊരു സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ കൃത്യം നടുവിലെ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കുക. വേണമെങ്കിൽ ഒരു ചോക്കളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തുള്ളൂ, തെറ്റാണെടുക്കുക. എന്നിട്ട് ആ പോയിൻറ്റിൻ്റെ കൂർത്ത് വയ്ക്കുന്ന 2 അറ്റങ്ങൾ മാത്രം സൂചിയിൽ കോർക്കുക. ആദ്യം ഈ സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാണ്ട് ഇപ്പുറത്തെ സൈഡത്തെ ആ കൂർത്തറ്റം കൂടി ഒന്ന് കുത്തിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പൂമ്പാറ്റേൻ്റെ അങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒന്നൊരു പൂമ്പാറ്റ പോലത്തെ ഡിസൈൻ കിട്ടും. ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇപ്പുറത്തുനിന്ന് ഒന്നും കൂടി ചെയ്തെടുത്തിട്ട് ആ രണ്ടാമത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അതിലൊരു പേളും കൂടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ മാത്രം ചെയ്യാം. കുറച്ചും കൂടി ഭംഗിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പേളും കൂടി വെച്ച് കൊടുത്ത് നമുക്കിത് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ 6 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചെറിയ പീസിലേക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഏകദേശം ദൂരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ 6 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട മെയിൻ ഒരു പണി എന്ന് വെച്ചാൽ നമുക്ക് എത്ര ദൂരം വരെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത് നോക്കണം. അതായത് നമ്മളെ ഈ ഡിസൈൻ
ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആകുമ്പോൾ ഉണ്ടാവുക. ഇങ്ങനെ വന്ന് ഈ മറ്റേ സൈഡ് ഇവിടെ വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന രീതിയിൽ തന്നെ വേണം ആ ആറും വരാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് ഈ യു ഷേപ്പിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഈ യു ഷേപ്പ് നമ്മൾ ആദ്യം ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ എക്സ്ട്രാ ഈ നമ്മുടെ ഈ രണ്ടും കൂടി ജോയിൻ്റ് ആകുന്ന ആ ഒരു പോയിൻ്റ് ഇങ്ങനെ ഈ ഒരു പോയിൻ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് 6 വരേണ്ടതുള്ളൂ, അതിൻ്റെ താഴോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ 6 ദൂരം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക. മാർക്ക് ചെയ്ത് ചെയ്യുന്നവർക്ക് വേണം മാർക്ക് ചെയ്ത് ചെയ്യാം. അത് നടുവിലൊരു വരയിട്ടിട്ട് കൃത്യം അപ്പുകൾ അതിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 6 ഇതിൻ്റെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിലും ആ മെറൂൺ തുണിയിൽ ഇത് 2 സൈഡിലും ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം. അളകാത്ത രീതിയിൽ തയ്ച്ച് പിടിപ്പിക്കണം. ഈ സൈഡും ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തോ, അതൊന്നും പ്രശ്നമില്ല, ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ നൈറ്റിയിലേക്ക് തയ്ച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ യു ഷേപ്പ് വരക്കാൻ വേണ്ടി വെച്ച അതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇവിടം വരെ വെക്കുക. ഇപ്പോൾ വെക്കാൻ എളുപ്പമായിരിക്കും. ആ വരച്ച വരേൻ്റെ മുകളിൽ തന്നെ കൃത്യം വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആ യു ഷേപ്പിൽ നമ്മുടെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യോജിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും. നല്ല മെറൂൺ കളറിൽ ക്രീം കളറൊക്കെ വരുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ഏത് കോൺട്രാസ്റ്റ് കളർ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ നടുക്ക് വെച്ച പൂമ്പാറ്റ ഭാഗം അത് നടുക്ക് വലിയ കണക്ഷൻ ഇതുമായിട്ട് രണ്ടുമായിട്ട് യോജിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പം അത് കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു സൂചി കൊണ്ട് ജസ്റ്റ് ആ താഴെ ഭാഗത്തേക്കൊന്ന് തുന്നി ചേർത്താൽ മതി. അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. അതിങ്ങനെ തന്നെ നിന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.